CSR ഫണ്ടിന്റെ മറവിലെ തട്ടിപ്പിൽ കൂടുതൽ പരാതികൾ നൽകരുതെന്ന് പിടിയിലായ അനന്തു കൃഷ്ണൻ പറയുന്നു. കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയാണ് CSR ഫണ്ട്. നിങ്ങൾക്കറിയാം, ആരുടെയും പണം നഷ്ടമാകില്ല. CSR ഫണ്ട് ബ്ലോക്കായതാണ് പ്രതിസന്ധിക്ക് കാരണമെന്നും അനന്തു കൃഷ്ണൻ. മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷനിൽ ഇരുന്ന് അനന്തു ഉപഭോക്താക്കൾക്ക് അയച്ച ശബ്ദരേഖ 24-ന് കിട്ടി. പ്രിയപ്പെട്ട ഗുണഭോക്താക്കളെ, നമസ്കാരം. അനന്തു കൃഷ്ണനാണ്. ഞാൻ മൂവാറ്റുപുഴ സ്റ്റേഷനിൽ ഇരുന്നാണ് ഈ വോയിസ് മെസ്സേജ് ടൈപ്പ് ചെയ്യുന്നത്. ഞാൻ തിരികെ വന്ന് നിങ്ങളുടെ എല്ലാവരുടെയും പൈസ തിരികെ തരാനോ സാധനങ്ങൾ തരാനോ കഴിയും. ഞാൻ അകത്ത് കിടക്കും തോറും എനിക്ക് കാര്യങ്ങൾ നിങ്ങളിലേക്ക് ചെയ്യുവാൻ നിങ്ങളുടെ പൈസ ഉൾപ്പെടെ തിരികെ തരാൻ പറ്റില്ല. ഞാൻ പുറത്തു നിന്നെങ്കിൽ മാത്രമേ കഴിയുള്ളൂ. പക്ഷെ നിങ്ങളുടെ പണം നഷ്ടപ്പെട്ടു എന്നൊരാളും ചിന്തിക്കേണ്ടതില്ല. മറിച്ച് ഒരു വലിയ കാലതാമസത്തിന് ശേഷം തിരികെ കിട്ടുന്നു എന്നൊരു സാവകാശം അത് തരിക. അങ്ങനെ നിങ്ങളുടെ പൈസ തിരികെ തരാനായിട്ട് പറ്റും. ഞാൻ ആരുടെയും പറ്റിക്കാൻ വേണ്ടി ചെയ്തതല്ല. ഞാൻ പ്രതീക്ഷിച്ച ഫണ്ടുകൾ വരാതിരുന്നപ്പം, അല്ലെങ്കിൽ NGO കോൺഫെഡറേഷനിലൂടെ വരേണ്ടുന്നത് വരാതിരുന്നപ്പോൾ എന്നെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധിയിലായി പോവുകയും ഒറ്റയ്ക്ക് ഞാൻ അതിൻ്റെ ഉത്തരവാദിത്വം ചുമലേൽക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. അതുകൊണ്ട് നിങ്ങളെന്നെ പരമാവധി ഉപദ്രവിക്കരുത്. ഈ അവസരത്തിൽ ഞാൻ അപേക്ഷിക്കുകയാണ്. ദയവായി ഉപദ്രവിക്കരുത്. എൻ്റെ പ്രായം കൂടി കണക്കിലെടുത്ത് ഒരു വലിയ തട്ടിപ്പുകാരനായിട്ട് എന്നെ കണക്കാക്കാതെ പരാതികൾ കുറയ്ക്കുകയും നേരിൽ എത്രയും വേഗം കാണാൻ കഴിയുകയും ഇതിനുള്ള പരിഹാരങ്ങൾ കാണാനായിട്ട് ഒക്കെയും ചെയ്യും. CSR ഫണ്ട് തട്ടിപ്പിൽ കൂടുതൽ കേസുകൾ എടുക്കും. ഇടുക്കിയിൽ മാത്രം 100-ലധികം പേർക്ക് പണം നഷ്ടപ്പെട്ടിട്ടുണ്ട്. തട്ടിപ്പിന് ഇരയായവരിൽ കൂടുതലും സ്ത്രീകളാണ് എന്നതും പ്രത്യേകം പ്രസ്താവിക്കും. വഴി ഒരു പരസ്യമായിരുന്നു, ഇങ്ങനെ വണ്ടി പകുതി വിലയ്ക്ക് കിട്ടും, ഇന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്ന പറഞ്ഞുകൊണ്ട്. ആ നമ്പറിൽ കോൺടാക്ട് ചെയ്തപ്പോൾ സീഡ് സൊസൈറ്റിയുടെ ഒരു പ്രൊമോട്ടറെയാണ് നമുക്ക് കിട്ടിയത്. അവർ വഴിയാണ് നമ്മൾ സീഡ് സൊസൈറ്റിയിലെ മെമ്പർഷിപ്പ് എടുത്തതും. അവർ വഴിയാണ് അവരൊരു അക്കൗണ്ട് തരുക ചെയ്തത്, നമുക്ക് ഒരു അക്കൗണ്ട് നമ്പർ തരുക ചെയ്തത്. ആ അക്കൗണ്ട് നമ്പറിലേക്ക് ഇത്ര രൂപ അടയ്ക്കുമെന്ന് പറഞ്ഞു. 60,000 രൂപ അടയ്ക്കുകയും ചെയ്തത് HDFC ബാങ്കിൽ, മൂവാറ്റുപുഴ HDFC ബാങ്കിലാണ് 60,000 രൂപ അടച്ചതും. ആ പ്രൊമോട്ടർ പറഞ്ഞ രീതിയിലാണ് ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്തത്. എൻ്റെ 60,000 രൂപ. കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ് നമുക്കൊപ്പം ചേരുന്നു. വിഷ്ണു, പറയൂ. ഗുഡ് മോർണിംഗ്. SK, ഗുഡ് മോർണിംഗ്. പലതരം തട്ടിപ്പുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പുരാവസ്തുവിൻ്റെ പേരിലും ജോലി വാഗ്ദാനം ചെയ്ത പുതിയൊരു തട്ടിപ്പ് CSR ഫണ്ടിൻ്റെ മറവിലാണ് നടന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട അനന്തു കൃഷ്ണൻ എന്നയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തിയപ്പോൾ റിമാൻഡ് ചെയ്തിരിക്കുന്നത്. അനന്തു മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷനിൽ പിടിയിലായ ശേഷം ഈ ഉപഭോക്താക്കൾക്ക് അയച്ച ശബ്ദ സന്ദേശമാണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിടുന്നത്. അതിൽ പറയുന്നത് CSR ഫണ്ട് തനിക്ക് ബ്ലോക്കായി, അതുകൊണ്ടാണ് നിങ്ങളുടെ പണം നൽകാൻ ബുദ്ധിമുട്ട് നേരിടുന്നത്. കുറച്ച് കാലത്തിന് ശേഷം എപ്പോഴെങ്കിലുമൊക്കെ നിങ്ങളുടെ പണം തിരികെ നൽകാം. നിങ്ങൾ ഒരിക്കലും ഈ കൂടുതൽ പരാതികൾ നൽകി എന്നെ ബുദ്ധിമുട്ടിക്കരുത്. പുറത്തിറങ്ങാൻ വൈകിയാണെങ്കിൽ നിങ്ങളുടെ പണം ലഭിക്കാൻ വീണ്ടും വൈകും. അത്തരത്തിലൊരു മുൻകരുതൽ സന്ദേശമാണ് അനന്തുവിൻ്റെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നത്. ഇയാൾക്ക് മറ്റാരെങ്കിലും ഇത്തരത്തിൽ സഹായങ്ങൾ നൽകിയിട്ടുണ്ടോ ഈ തട്ടിപ്പ് നടത്താനെന്ന് പോലീസ് വിശദമായി പരിശോധിക്കുന്നു. 100-ലധികം പരാതികളാണ്, 100-ലധികം പേർക്കാണ് ഇടുക്കിയിൽ മാത്രം പണം നഷ്ടമായിട്ടുള്ളത്. മൂവാറ്റുപുഴയിൽ മാത്രം 9 കോടി രൂപയോളം തട്ടിപ്പ് നടന്നിട്ടുണ്ടെന്നാണ് പോലീസിൻ്റെ പ്രാഥമികമായ വിലയിരുത്തൽ. തട്ടിപ്പ് ഇങ്ങനെയാണ്: 1 ലക്ഷം രൂപയുള്ള വില സ്കൂട്ടർ അത് 50,000 രൂപയ്ക്ക് നൽകാമെന്ന് പറഞ്ഞ അനന്തു ഈ ആളുകളെ സമീപിക്കുന്നു. ആളുകളുടെ വിശ്വാസം പിടിച്ചുപറ്റിയ ശേഷം 50,000 രൂപ വാങ്ങുന്നു. അതിലൊരു 20 പേർക്കൊക്കെ ഈ സ്കൂട്ടർ കൊടുക്കും. യഥാർത്ഥ വിലക്ക് വാങ്ങി 20 പേർക്കൊക്കെ സ്കൂട്ടർ കൊടുക്കും. പക്ഷേ ബാക്കി തുകയുമായി അനന്തു മുങ്ങുന്നതാണ് രീതി. അത്തരത്തിൽ പണം നഷ്ടമായ ആളുകളാണ് അനന്തുവിനെതിരെ പരാതി നൽകിയത്. ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ ഒരു അന്വേഷണം ഇനി നടക്കും. ഈ കൺസോഷ്യങ്ങളൊക്കെ രൂപീകരിച്ചാണ് ബാങ്ക് അക്കൗണ്ടുകൾ എടുത്ത് അതുവഴിയായിരുന്നു ഇടപാടുകൾ നടത്തിയിരുന്നത്. വലിയൊരു ഇടപാട്, കോടിക്കണക്കിന് രൂപയുടെ ഇടപാട് ഈ അക്കൗണ്ടുകളിൽ നടന്നിട്ടുണ്ട്. അതിൽ മറ്റേതെങ്കിലും രാഷ്ട്രീയ ഇടപെടലുകളോ രാഷ്ട്രീയ സഹായമൊക്കെ ലഭിച്ചിട്ടുണ്ടോ എന്ന് പോലീസ് വിശദമായി പരിശോധിച്ചു വരികയാണ്. കേരളത്തിൽ അടുത്ത് കണ്ടിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട തട്ടിപ്പായി ഈ CSR ഫണ്ടിൻ്റെ മറവിലുള്ള തട്ടിപ്പ് മാറും. കമ്പനികളുമായി ബന്ധപ്പെടുമ്പോൾ അവർ ഇത്തരത്തിൽ ആർക്കും CSR ഫണ്ട് നൽകിയിട്ടുള്ള മറുപടിയാണ് പോലീസിന് ലഭിക്കുന്നത്. SK. വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത്.